ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുത്തിരിശ്ശേരിയുടെ റെസിപ്പിയാണ്. ഞങ്ങൾ തൃശ്ശൂർക്കാരുടെയൊക്കെ സദ്യയിലൊരു പ്രധാനപ്പെട്ട കറിയാണ് ഈ കുത്തിരിശ്ശേരി, അല്ലെങ്കിൽ വറുത്തരിശ്ശേരി എന്നൊക്കെ പറയും. കായ ഉപയോഗിച്ചിട്ടുള്ള ഒരു തരം കറിയാണിത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഇതിൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കുത്തിരിശ്ശേരി തയ്യാറാക്കാൻ ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള പച്ചക്കായ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ കായയുടെ തൊലി ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. ആ പുറത്തെ സ്കിൻ ഉണ്ടല്ലോ പച്ച കളറുള്ളത്, അതൊന്ന് റിമൂവ് ചെയ്ത് കളയാം. നമ്മൾ ഈ കറിയിൽ അത് എടുക്കണില്ല. ഞാനിവിടെ പീലർ ഉപയോഗിച്ചിട്ട് കളയുന്ന, നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് മുറിച്ച് കളഞ്ഞാൽ മതി. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ തൊലി കളയാൻ താല്പര്യമില്ലെങ്കിൽ തൊലി കൂടി ഇട്ടിട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊന്നും കൂടി ടേസ്റ്റ്. ഞാൻ 2ന്റെ തൊലി കളഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറിയ പീസായി കട്ട് ചെയ്തിട്ടെടുക്കണം. നമുക്ക് ആദ്യം ഇങ്ങനെ നടുമുറിച്ചിട്ട് 2 പീസായി മുറിക്കുക ഇതുപോലെ. എന്നിട്ട് അതിനെയും ഒന്നും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യണം. ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതാ ഞാനിപ്പോൾ 2 കായം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അധികം വലുതാവണ്ട, അതേപോലെ തീരെ ചെറുതാവാൻ വേണ്ട. ഈ ഒരു തിക്നെസ്സിൽ, ഈ ഒരു വലിപ്പത്തിൽ മതി. ഇത് കറക്റ്റാണ്. ഈ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്താൽ മതി. ഇനി ഞാനിവിടെ ഒരു പാത്രത്തേക്ക് കുറച്ച് മഞ്ഞൾ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ കായ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഈ കായമ്മൽ ഒരു കറി ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതിന്. ഇനി നമുക്ക് ഈ കായ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ കുക്കറിലാണ് ഞാനിപ്പോൾ കായ വേവിക്കുന്നത്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ അതിൽ മൂടിച്ചിട്ട് അതിൽ വേവിച്ചാൽ മതി. പക്ഷേ കുക്കറിൽ വേവിക്കുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. അപ്പം അങ്ങനെ ചെയ്യുന്നത് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ട കായലത്തെ കാരൊക്കെ നല്ലോണം ഇളകി വന്നിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ മഞ്ഞൾ വെള്ളത്തിട്ട് എപ്പോഴും നല്ലതാ. ഈ ബിഗിനേഴ്സിനൊന്നും ചിലപ്പോൾ അത് അറിയാൻ വഴിയില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കായ്ക്ക് ആവശ്യമുള്ള ഉപ്പ്, നമ്മൾ ഇനി വേറെ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ല മുളക് പൊടിയുണ്ട് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഈ കായ വെവാൻ വേണ്ടി മാത്രം ആവശ്യത്തിന് വെള്ളം, ആ കായ വെവാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അധികം വെള്ളം കൂടണ്ട. ഇനി നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്നെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 2 വിസിൽ മതി. 2 വിസിൽ കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ആ സമയം നമുക്ക് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, എപ്പോഴും നമുക്ക് കോക്കനട്ട് ഓയിൽ ഉള്ള നാടൻ വിഭവങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. പിന്നെ കുറച്ച് അധികം ഓയിൽ യൂസ് ചെയ്തോളൂ. ഈ കറിക്ക്, ഈ വറുത്തരിശ്ശേരി എന്ന് പറയുമ്പോൾ അതിലേക്ക് കോക്കനട്ട് ഓയിലിൻ്റെ സ്മെല്ലാണ്, ഫ്ലേവറാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മൾ എത്ര ആഡ് ചെയ്യുന്നോ അത്രയും ടേസ്റ്റ് കൂടും കറിക്ക്. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വറ്റൽമുളക്, ഞാനൊരു 5 വറ്റൽമുളക് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ അതിലേക്ക് കുറച്ച് കടുക്, ഒരു ടീസ്പൂണോളം കടുക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കടുകൊന്ന് പൊട്ടട്ടെ. അതിനുശേഷം നമുക്ക് അതിലേക്ക് വേപ്പില ആഡ് ചെയ്യണം. ഞാനിവിടെ ഒരു പിടി വേപ്പില എടുത്തിട്ടുള്ളത്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇഷ്ടമൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ആ വേപ്പില ഒന്ന് വാടി വരട്ടെ. ഇപ്പോൾ വേപ്പിലൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ടീസ്പൂൺ മാത്രം, 1 ടീസ്പൂണാണ് കടലപ്പരിപ്പ് ആഡ് ചെയ്യുന്നത്. ഇത് ഇടയ്ക്കൊന്ന് കടിക്കാൻ നല്ല ടേസ്റ്റ്, നമ്മളുടെ ഈ കറിക്ക് ഇടയ്ക്കൊന്നത് കടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ കടലപ്പരിപ്പിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നല്ലോണം. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ടുള്ളതാണ് ആഡ് ചെയ്യുന്നത്. തേങ്ങ എപ്പോഴും കുറച്ച് അധികം തന്നെ ആഡ് ചെയ്യണം, അപ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നല്ലോണം വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. ഈ തേങ്ങ ഒന്ന് റെഡി ആവട്ടെ. ആ സമയം നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ 2 വിസിൽ കളഞ്ഞു. ഞാൻ ഇപ്പോൾ ഓപ്പൺ ആക്കി നോക്കി കുക്കർ. ഇപ്പോൾ നമ്മുടെ കായ നല്ലോണം വെന്തിട്ടുണ്ട്. അധികം വെള്ളമൊന്നുമില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോളാം, വെള്ളം അധികം ആഡ് ചെയ്യാതെ കായ വെവാനുള്ള വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി. നമുക്ക് സൈഡിലേക്ക് മാറ്റിക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ കോക്കനട്ടൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചാൽ കായ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ കായലൊന്നും തീരെ വെള്ളമില്ല. ഇപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമ്മളതൊന്ന് വറ്റിച്ചെടുക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വളരെ കുറവധികം 1/2 ടീസ്പൂണൊക്കെ ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിം 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഒന്നും കൂടി നല്ലോണം ഇത് നല്ലോണം ഉടച്ചും കൊടുക്കണം. അതുപോലെ നല്ലോണം ഉടയ്ക്കണം, ഡ്രൈ ആക്കി എടുക്കാം. അതായത് ഇപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് 1 ടീസ്പൂൺ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ കോക്കനട്ട് ഓയിൽ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം മാത്രം നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുത്തിരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.